ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2269. ഇന്ന് മാർച്ച് മാസം 18-ാം തീയതി, 77-ാമത്തെ ദിവസത്തിലെത്തി. വലിയ നോമ്പ് ഇന്ന് 31-ാം ദിനമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സൃഷ്ടിയുടെ വിവരങ്ങളില്ലേ, കുറച്ചുകൂടി ശ്രദ്ധയോടെ ഒന്ന് വായിക്കാവോ? ഓരോ സൃഷ്ടിക്ക് ശേഷവും ദൈവം കാണുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട് അത് നല്ലതാണ് എന്ന് വെച്ചാൽ ഇനി അവ ഇതിലും മെച്ചപ്പെടാനില്ല എന്ന മട്ടിൽ. വെറുമൊരു അനുമാനമാണ്, ഊഹമാണ്. എന്നാലും അതങ്ങനെയാണ് താനും. അല്ലെങ്കിലെന്നോർത്തെ നോഹയുടെ പെട്ടകത്തില് അന്ന് ഉണ്ടായിരുന്ന കാക്ക അതിന്റെ അതേ സ്വഭാവം തന്നെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ പരിസരത്ത് കണ്ടെത്തുന്ന കാക്കകൾ. എന്നാൽ ആ സൃഷ്ടിയുടെ വിവരത്തിന്റെ ഏതാണ്ട് ഒടുവിൽ മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം അവനെ നോക്കി നന്നായിരിക്കുന്നു എന്നൊരു തോന്നൽ ദൈവത്തിനുള്ളതായി വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് അല്പം ശ്രദ്ധയോടെ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ഞാനും ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ്? ഇല്ല, അയാൾ ഇതുവരെയും പൂർണ്ണനായിട്ടില്ല. അയാളിൽ ഇനിയും ചില സാധ്യതകൾ അവശേഷിക്കുന്നു. അവസാന ശ്വാസ നിശ്വാസത്തിൽ പോലും വേറൊരാളാകാനുള്ള സാധ്യതയുള്ള ഒരാൾ തന്നെയാണ് ഏതൊരു മനുഷ്യനും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം പ്രഭാഷകനെ പോലെ ജ്ഞാനികൾ മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്, വിശുദ്ധൻ എന്ന് വിളിക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകമൊന്ന് പരിശോധിച്ചാൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരാളെ കുറിച്ചും കൃത്യമായ അഭിപ്രായം ഒരിക്കലും പറയാനാവില്ല. അയാൾ ആയിക്കൊണ്ടിരിക്കുന്നയാളാണ്, അയാൾ ഇനിയും കുറച്ചുകൂടി ആകാനുള്ളയാളാണ്. എങ്ങനെയൊക്കെയാണ് ഒരാൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, താൻ എങ്ങനെ ആയിരിക്കുന്നു എന്നതിന് നിശ്ചയമായും ഒന്നാമത്തെ ഉത്തരവാദിത്വം അവനവന് തന്നെയാണ്. എങ്കിലും ഒരാളുടെ നന്മതിന്മകൾക്ക് അയാളുടെ ചുറ്റിനുമുള്ളവർക്കും ഒട്ടും ചെറുതല്ലാത്ത പങ്കുണ്ട് കേട്ടോ. അങ്ങനെയും ചില സൂചനകൾ വിശുദ്ധ വേദഗ്രന്ഥത്തിലുണ്ട്. ഒന്ന് നോക്കാമോ? മനുഷ്യന്റെ ആദ്യത്തെ ഇടർച്ചയിൽ ദൈവം സർപ്പത്തെയും ശാസിക്കുന്നു. ഇടറിപ്പോയത് മനുഷ്യനാണെങ്കിലും അതിന് കാരണമായി മാറുന്നതിനകത്ത് സർപ്പത്തിനും പങ്കുണ്ടായിരുന്നു. എത്ര ഹീനമായി പെരുമാറുമ്പോഴും ഏതൊക്കെയോ നന്മകൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇനിയും പുറത്തു വരാതെ അവശേഷിച്ചിട്ടുണ്ട് എന്നൊരു പ്രത്യാശ ഒന്ന് കണ്ടെത്താനായിട്ട് ഈ വലിയ നോമ്പിന്റെ നാളുകളിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാവൂ. ഏതൊരാളിൽ നിന്നും എന്തൊക്കെയോ നന്മകൾ ഇനിയും വരാനുണ്ട്, വളരാനുണ്ട്. അതിനൊരു സഹായമായി മാറാനായിട്ട് ഓരോരുത്തരും ഒന്ന് ശ്രമിച്ചാൽ മതി. ആമേൻ.